ഇതിപ്പോ വീട്ടിൽ ഹോമം നടത്തിയ അവസ്ഥയായിട്ടോ. കാരണം ദേ മീൻചട്ടി വെച്ചിട്ട് ഒരു പോക്ക് പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഇവിടെ നിറച്ച് പുക മയമായി. പിന്നെ ദേ അത് ഓഫ് ചെയ്ത് രണ്ടാമത് ദേ മീൻകറി വെക്കാൻ പോവാട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്പുറത്തെ തോട്ടിലേക്ക് എടുത്തിടാൻ തോന്നുന്ന ഒരു സംഭവമാട്ടോ എന്റെ ഈ കയ്യിലിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, എത്ര തണവാണെന്നെങ്കിൽ നേരം വിളിച്ചാകുമ്പോൾ എന്നിട്ട് ഇതുപോലെ അമ്മമ്മേന്നും പറഞ്ഞ എന്റെ കയ്യിൽ കയറിയിരിക്കും. പിന്നെ എന്റെ സ്വന്തം സൃഷ്ടിയായ കാരണം ഞാൻ അതിനെ ക്ഷമിച്ചു വിടുകയാണ് കുട്ടികളെ. ഇന്ന് രാവിലെ തന്നെ ഈ വക പണികളൊക്കെ വേഗം കഴിച്ചിട്ട് എനിക്കൊരു യുദ്ധത്തിന് ഇരിക്കുന്നുണ്ട്. കാരണം രണ്ടാക്കും എക്സാം ആണ് ക്രിസ്മസിന്റെ. അപ്പൊ അത് കാരണം കൊണ്ട് ഇതൊന്ന് കഴിഞ്ഞ് കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയിലാട്ടോ ഞാൻ. കാരണം എനിക്ക് തന്നെ മടുത്തു തുടങ്ങി. 5ാം ക്ലാസ്സുകാരുടെ കാര്യത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. പക്ഷേ UKG-കാരൻ എന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ബുദ്ധിമുട്ട് നാഗവല്ലിനെ ആകർഷിക്കാൻ രാമനാഥൻ പോലും എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഓരോ ട്രിപ്പ് പഠിക്കാൻ വിളിക്കുമ്പോഴും അവന് ഇഷ്ടപ്പെട്ട ഒരു മിഠായി അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത്. എപ്പം അടുത്തു എന്ന് പറയുമ്പോൾ അത് കാണിച്ച് ആകർഷിപ്പിച്ച് അവനെ വീണ്ടും ഇരുത്തണം. അതാണ് എന്റെ ഉദ്ദേശം. അങ്ങനെ പണികളൊക്കെ കഴിച്ചിട്ട് ഞാൻ അംഗനവാടിയിലേക്ക് ഗൗരിനെ വീട്ടിൽ ചേട്ടന്മാരെ പഠിപ്പിക്കാൻ ഇരുത്താൻ പോകട്ടോ. അപ്പൊ എന്റെ കൊച്ചിന്റെ വക അടുത്ത ചോദ്യം, എന്തിനാ എന്റെ പേര് കൊടുത്തെന്ന് കൊച്ചു വിചാരിച്ചു കണ്ട് ആനുവൽ ഡേക്ക് കണ്ട് പ്രോഗ്രാമിന് പേര് കൊടുത്താൽ വിചാരിച്ചു. പക്ഷേ സത്യത്തിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കി പരീക്ഷയാണ് മോനെ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് തുടങ്ങിയപ്പോഴേക്കും ദേ വന്ന അടുത്ത കാലം വിശക്കണം. മന്തി മാത്രം കഴിക്കുന്ന ഒരു സസ്യബുക്ക് ഇവിടെ ഉള്ള കാരണം കൊണ്ട് അവനുള്ള സാമ്പാറും മറ്റവനുള്ള മീനും കൂട്ടി ഇതേ രണ്ടാക്കും കൂടെ ചോറ് കൊടുക്കാട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും വൈകുന്നേരം വിളക്ക് വെക്കേണ്ട സമയമായിട്ടോ. അപ്പൊ ഇത്രയ്ക്കുള്ളൂ. ഓക്കെ, ബൈ, സീ യു.